എന്താ ഉണ്ടായത്? തൻ്റെ അടുത്തിരിക്കുന്ന നായനയോട് ബദ്രി ചോദിച്ചു. പെട്ടെന്ന് തളർന്നു വീഴുമായിരുന്നു, നായന പറഞ്ഞു. ബദ്രി ഒന്ന് നിശ്വസിച്ചു. നായനയുടെ തോളിലേക്ക് ചാരിയിരിക്കുന്ന അമ്മയെ അവൻ നോക്കി. ഡി, നീ വീട്ടിലേക്ക് പോക്കോ, കുറേ നേരമായില്ലേ ഇരിക്കുന്നു, ചെന്ന് റെസ്റ്റ് എടുക്ക്, അവൻ നായനയോട് പറഞ്ഞു. വേണ്ടടാ, സാരമില്ല, പറ്റില്ല, സ്വന്തം ആരോഗ്യം കൂടെ നോക്കണം, നീ ചെല്ലേ, ബദ്രി അവളെ നിർബന്ധിച്ച് പറഞ്ഞു വിട്ടു. വീണ്ടും കാത്തിരിപ്പ്. അമ്മ അവൻ്റെ തോളിലേക്ക് ചാരിയിരുന്ന് കണ്ണുനീർ വാർത്തു. ബദ്രി അവരെ നോക്കി. അല്ലേലും ഇപ്പോൾ താനൊരു കുടയാണല്ലോ, മഴ പെയ്യുമ്പോൾ ഓടിക്കയറി അഭയം തേടുന്ന കുട. ഈ മഴയൊന്ന് തിരികെ പോയി നോക്കണം, പിന്നെ തന്നെ ആവശ്യമില്ലല്ലോ, ബദ്രി ചുമരിലേക്ക് ചാരിയിരുന്ന് ഓർത്തു. ആരാ ബദ്രി? പുറത്തേക്ക് വന്ന നഴ്സ് ചോദിച്ചു. ബദ്രി അവർക്കടുത്തേക്ക് ചെന്നു. ഞാനാണ്, പേഷ്യൻറ്റിന് ഒന്ന് കാണണമെന്ന്. അത് കേട്ട് ബദ്രി അമ്മയെ ഒന്ന് നോക്കി, പിന്നെ നഴ്സിൻ്റെ കൂടെ അകത്തേക്ക് നടന്നു. കണ്ണടച്ച് കിടക്കുമായിരുന്നു ദത്തൻ. ബദ്രി അയാൾക്കരികിലേക്ക് ചെന്നു. ഒന്നും മിണ്ടാതെ നിന്നതേ ഉള്ളൂ. അവൻ അടുത്തു വന്നതറിഞ്ഞ് ദത്തൻ കണ്ണു മെല്ലെ തുറന്നു. മെല്ലെ വിറക്കുന്ന കൈകൾ ഉയർത്തി അവൻ്റെ കയ്യിൽ പിടിച്ചു. ബദ്രി മുഖം ചുളിച്ച് അയാളെ നോക്കി. ദത്തൻ്റെ കണ്ണുകൾ മെല്ലെ അടഞ്ഞു. അവൻ്റെ കയ്യിൽ അപ്പോഴും മുറുകെ പിടിച്ചിരുന്നു. ബദ്രി കുറച്ചുനേരം അങ്ങനെ നിന്നു. പിന്നെ നഴ്സ് വന്ന് അവനോട് പുറത്തു പോകാൻ പറഞ്ഞെങ്കിലും ദത്തൻ്റെ കൈകൾ അവനെ വിടാതെ പിടിച്ചിരുന്നു. ബദ്രി അവിടെ തന്നെ നിന്നു. ദത്തൻ മുറുകെ പിടിച്ചിരുന്ന കൈയിലേക്ക് അവൻ പുച്ഛത്തോടെ നോക്കി. അത്ര അടുത്ത് നിന്നിട്ടും ഒരുപാട് അകലം തോന്നി. അവനിലെ മകനും അയാളിലെ അച്ഛനും തമ്മിൽ പ്രകാശവർഷങ്ങളുടെ ദൂരമുണ്ടെന്ന് തോന്നി, ആകാശത്തെ നക്ഷത്രങ്ങളെ പോലെ. അമ്മേ, ബദ്രിയുടെ വിളി കേട്ടാണ് പത്മ കണ്ണു തുറന്നത്. അവൻ അവർക്ക് നേരെ ചായ ഗ്ലാസ് നീട്ടി. അവർ അത് വാങ്ങി. അദ്ദേഹത്തിന് എങ്ങനെയുണ്ട്? നേർത്തതായിരുന്നു അവരുടെ ശബ്ദം. കുഴപ്പമില്ല, ഇന്ന് റൂമിലേക്ക് മാറ്റും. അവൻ കസാരയിലേക്ക് ചാരിയിരുന്നു. അവൻ്റെ ഫോൺ റിങ് ചെയ്തു. എടുത്തു നോക്കി. അപ്പുവാണ്. ഹലോ അപ്പു, ആദ്യയോടെയാണ് ചോദിച്ചത്. അപ്പു അല്ല കിണ്ണ, അച്ചുവാ. ആ ശബ്ദം കേട്ടപ്പോൾ അറിയാതെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. എന്താ അച്ചുട്ടാ? അത്രമേൽ ആർദ്രമായി അവൻ ചോദിച്ചു. ഹൃദയത്തിനുള്ളിൽ മഞ്ഞു വീഴുന്ന പോലെ തോന്നി അച്ചുവിന്. വെറുതെ വെറുതെ വിളിച്ചതാ കിണ്ണ, അവൾ ചിരിയോടെ പറഞ്ഞു. ബദ്രി പുഞ്ചിരിച്ചു. അവൻ ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റ് ആ വരാന്തയിലൂടെ നടന്നു. അച്ഛൻ എങ്ങനെയുണ്ട് കിണ്ണ? അമ്മയോട് സങ്കടപ്പെടണ്ടെന്ന് പറയണേ. കുഴപ്പമില്ല, കുറച്ചു കഴിഞ്ഞാൽ റൂമിലേക്ക് മാറ്റും. ഇച്ചു വന്നില്ലേ അവിടെ? വന്നിട്ടുണ്ട്, നാശുത്തായും കുഞ്ഞുമുണ്ട്. ആഹാ, എൻ്റെ പാർക്കുട്ടിയുടെ? അവൻ ചിരിയോടെ ചോദിച്ചു. അപ്പൂൻ്റെ അടുത്തുണ്ട്. അപ്പൂ ഇച്ചുക്കയും എല്ലാവരും ഉമ്മറത്തിരിക്കുക. പിന്നെ കിണ്ണ, അവളൊന്ന് നിർത്തി. പറ. ഇന്നിങ്ങോട്ട് വരില്ലേ? നേർത്തു പോയിരുന്നു ശബ്ദം. ഞാൻ വരാ അച്ചുട്ടാ. അവൾ പതിയെ മൂളി. ശരിയെന്നാൽ പിന്നെ ഞാൻ വരാൻ വൈകും. ഭക്ഷണം കഴിക്കണേ. അതിനു മുന്നേ മരുന്ന് കഴിക്കണം. കിടക്കാൻ നേരം ഒരു മരുന്ന് കൂടെ ഉണ്ട്, അതും കൂടെ കഴിക്കണം. ഞാൻ കഴിച്ചോളാം കിണ്ണാം. വെച്ചോ, അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. പിന്നെ ഫോൺ കട്ടാക്കി. വീണ്ടും പത്മക്കടുത്ത് ചെന്നിരുന്നു. രാത്രി 7 മണി കഴിഞ്ഞിരുന്നു ദത്തനെ റൂമിലേക്ക് മാറ്റുവാൻ. ബെഡിൽ കണ്ണടച്ച് കിടക്കുന്ന ദത്തൻ്റെ അരികിൽ ഇരിക്കുകയായിരുന്നു പത്മ. മെഡിസിൻ വാങ്ങി ബദ്രി റൂമിലേക്ക് വന്നു. ഒപ്പം കഴിക്കാനും വാങ്ങിയിരുന്നു. അവനത് അമ്മയുടെ കയ്യിൽ ഏൽപ്പിച്ചു. കഞ്ഞി കൊടുത്താൽ മതിയെന്ന് പറഞ്ഞിട്ടുണ്ട്, അവൻ പറഞ്ഞു. അവൻ്റെ ശബ്ദം കേട്ടാണ് ദത്തൻ കണ്ണു തുറന്നത്. അയാൾ അവനെ നോക്കിക്കിടന്നു. ഹരി വന്നില്ലേ? ചുറ്റും കണ്ണോടിച്ചുകൊണ്ട് അയാൾ ചോദിച്ചു. ബദ്രി മുഖം ചെരിച്ചയാളെ നോക്കി. നയനമോളുടെ കൂടെ വരും, പത്മ മറുപടി കൊടുത്തു. ബദ്രി ടേബിളിൽ ചാർജ് ചെയ്യാൻ വെച്ച് അവൻ്റെ ഫോണിൽ നോക്കി നിന്നു. ദത്തൻ പത്മയെ നോക്കി. ആ നോട്ടത്തിനർത്ഥം മനസ്സിലായെന്നപ്പോൾ പത്മ ബദ്രിക്കടുത്തേക്ക് ചെന്നു. കണ്ണാ, അവൻ്റെ തോളിൽ കൈവച്ച് വിളിച്ചു. എന്താ അമ്മേ? അവൻ മുഖമുയർത്തി സംശയത്തോടെ നോക്കി. അച്ഛന് സംസാരിക്കാനുണ്ടെന്ന്. അത് കേട്ട് ബദ്രി വാതിൽക്കലേക്ക് നോക്കി. അതിന് ആ അച്ഛൻ്റെ മകൻ വന്നിട്ടില്ലല്ലോ, അവൻ ചിരിയോടെ ചോദിച്ചു. ദത്തൻ സൈഡിലേക്ക് മുഖം ചരിച്ച് കണ്ണുകൾ ഇറുക്കിയടച്ചു. നിന്നോടാണ് കണ്ണ. പത്മ അവനെ ദയനീയമായി നോക്കി. ആ കണ്ണുകൾ നിറഞ്ഞു. അത് കണ്ടതും ബദ്രി ഒന്ന് നിശ്വസിച്ചുകൊണ്ട് ദത്തനടുത്ത് ചെന്ന് നിന്നു. അവൻ വന്നു നിന്നതും ദത്തൻ മുഖം ചരിച്ചവനെ നോക്കി. നിനക്ക് എന്നോട് വെറുപ്പാകുമല്ലേ? അവൻ്റെ കയ്യിൽ മുറുകെ പിടിച്ച് നെഞ്ചോട് ചേർത്തുകൊണ്ട് അയാൾ ചോദിച്ചു. ബദ്രി അയാളെ നോക്കി ഒന്ന് ചിരിച്ചു, പരിഹാസത്തോടെ. പലപ്പോഴും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവഗണിച്ചത്, വേദനിപ്പിച്ചത്. ഇല്ല, വീണ്ടും വീണ്ടും അതൊന്നും ഞാൻ പറയണില്ല. ഒന്നു മാത്രം ക്ഷമിക്കാൻ പറ്റുമോ ഈ പാപിയോട്? അയാൾ ഇടർച്ചയോടെ ചോദിച്ചു. ബദ്രി അയാൾ ചേർത്ത് പിടിച്ചുകൊണ്ട് തൻ്റെ കയ്യിലേക്ക് നോക്കി. ക്ഷമ. അവൻ ചെറു ചിരിയോടെ ഉരുവിട്ടു. ക്ഷമിച്ചു എല്ലാം, പക്ഷേ മറക്കില്ല ഒന്നും. അവൻ്റെ ചെറിയ കണ്ണുകൾ തിളങ്ങുന്നത് പോലെ അയാൾക്ക് തോന്നി. അയാൾ അവൻ്റെ കയ്യിൽ ഒന്നുകൂടെ മുറുകെ പിടിച്ചു. വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ട് അങ്ങോട്ട് നോക്കി.
ഹരിയും നയനയുമാണ്. ബദ്രിയുടെ കയ്യിൽ മുറുകെ പിടിച്ചിരിക്കുന്ന ദത്തനെ കണ്ടപ്പോൾ നയനയുടെ മുഖം വിടർന്നു. ഹരിയുടെ മുഖം വിളറിയിരുന്നു. അവനെ കണ്ടതും ദത്തൻ്റെ മുഖം വിടർന്നെങ്കിലും എന്തോ ഓർത്തപ്പോൾ മങ്ങി. വേദന, വല്ലാത്ത വേദന തോന്നി അയാൾക്ക്. നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഒന്ന് നുള്ളി നോവിക്കുക പോലും ചെയ്യാതെ വളർത്തിയ മകൻ സ്വാർത്ഥതയ്ക്ക് വേണ്ടി തന്നെ കൊല്ലാൻ നോക്കിയിരിക്കുന്നു. അയാളുടെ കണ്ണുകൾ നിറഞ്ഞു. നയന ഹരിയെ ദത്തനടുത്തേക്ക് കൊണ്ടുവന്നു. നയനയുടെ പപ്പയും കൂടെ ഉണ്ടായിരുന്നു. അച്ഛാ. ഹരിയുടെ വിളി കേട്ടതും അയാൾ കണ്ണുകൾ ഇറുക്കിയടച്ചു. കേൾക്കാതിരിക്കാൻ തന്നെ കൊണ്ടാവില്ല. അത്രമാത്രം താൻ സ്നേഹിക്കുന്നവനാണ്. അയാൾ അവനെ നോക്കി. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞിരിക്കുന്നത് കണ്ടപ്പോൾ സഹിച്ചില്ല. എനിക്കൊന്നുമില്ലടാ. ഒരു നിമിഷം ഹൃദയത്തിൻ്റെ വേദന താങ്ങാൻ കഴിയാതെ തളർന്നു പോയി. ഹരിയെ നോക്കി വേദനയോടെ അയാൾ പറഞ്ഞു. ഹരി മുഖം താഴ്ത്തി നിന്നു. അവൻ്റെ കവിളിൽ വാത്സല്യത്തോടെ തലോടി. ബദ്രി അയാളുടെ കയ്യിൽ നിന്ന് കൈ പതിയെ വലിച്ചെടുത്തു. ദത്തൻ അവനെ നോക്കി. ഇനി എൻ്റെ ആവശ്യമില്ലല്ലോ, ഞാൻ പൊക്കോട്ടെ. അവൻ്റെ മുഖത്ത് ഭാവമാറ്റങ്ങൾ ഒന്നും തന്നെയില്ല. ഹരിയും അവനെ നോക്കി. തിരിഞ്ഞു നടക്കാൻ ഒരുങ്ങിയ ബദ്രിയുടെ കയ്യിൽ മുറുകെ പിടിച്ചു. സോറി, ഹരി മുഖം താഴ്ത്തി പറഞ്ഞു. ബദ്രി ഒന്ന് ചിരിച്ചു. അവൻ്റെ തോളിൽ മെല്ലെ തട്ടി. ബിസിനസ്സൊക്കെ ആകെ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുക. നിനക്ക് നോക്കി നടത്താൻ കഴിയുമോ? അല്പം പരിഭ്രമത്തോടെയാണ് ദത്തൻ ചോദിച്ചത്. ബദ്രി അയാളെ ഒന്ന് നോക്കി. എനിക്ക് കഴിയില്ല. അവൻ്റെ ശബ്ദം ഉറച്ചതായിരുന്നു. നിനക്ക് കൂടെ അവകാശപ്പെട്ടതാണ്. ദത്തൻ അവനെ ഉറ്റുനോക്കി. വേണ്ട, അതിലൊന്നും കണ്ണു വെക്കണ്ടെന്ന് ഹരിയുടെ അച്ഛൻ മുന്നേ പറഞ്ഞതാണ്. ഒന്നും ബദ്രിക്ക് വേണ്ട. അതിപ്പോൾ അവകാശങ്ങളായും സ്നേഹമായാലും. അവൻ ദത്തനെ ഒന്ന് ദേഷിച്ചു നോക്കി. അകന്നു നിൽക്കുന്നത് തന്നെയാണ് നല്ലത്. കണ്ണാ, അച്ഛൻ പറയുന്നത്. പത്മ എന്തോ പറയാനായി മുന്നോട്ട് വന്നതും ബദ്രി അവരെ തടഞ്ഞു. ഇനിയും വയ്യമ്മേ. ഇങ്ങനെ ഒരു അവസ്ഥയിലായപ്പോഴല്ലേ എന്നെ ഓർമ്മ വന്നത്. അതിനു മുന്നേയും ബദ്രി ഉണ്ടായിരുന്നല്ലോ. അന്നും ഈ ബിസിനസ്സും വീടും സ്വത്തുക്കളും അവിടെ ഉണ്ടായിരുന്നു. അന്ന് എന്നെ വേണ്ട, ഇപ്പോൾ വേണം. കൊള്ളാം. അവൻ്റെ ശബ്ദമിടറി. എല്ലാം നോക്കി നടത്തി രണ്ടുപേർക്കും ആരോഗ്യമായാൽ ഇവർ വീണ്ടും എന്നെ തള്ളി പറയില്ലെന്ന് ആര് കണ്ടു? നിങ്ങളുടെ മനസ്സിൽ എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇങ്ങനെ ചിന്തിക്കാനേ എന്നെക്കൊണ്ട് പറ്റൂ. അനുഭവത്തിൽ നിന്ന് പഠിച്ചതാണ്. ഇനി എന്നെ ഒന്നിലേക്കും വലിച്ചിടരുത് പ്ലീസ്. മടുത്തു. ജീവിക്കണം എനിക്കെൻ്റെ കുടുംബത്തോടൊപ്പം സന്തോഷത്തോടെ. അവൻ ദത്തനെയും ഹരിയെയും മാറി മാറി നോക്കി. ഞാൻ നിങ്ങൾക്കിടയിൽ ചേരില്ല. ഏച്ചു കെട്ടിയതുപോലെ ഇരിക്കും. എന്നെ വിട്ടേക്ക്. തോളുകൊണ്ട് മുഖം തുടച്ചവൻ തിരിഞ്ഞു നടന്നു. ഞാൻ ഇറങ്ങുക. എന്തേലും ആവശ്യമുണ്ടായി വിളിച്ചാൽ മതി. വാതിൽ തുറക്കാൻ നേരം തിരിഞ്ഞു നോക്കാതെ പറഞ്ഞു. പത്മ കണ്ണു നിറച്ച് അവൻ പോകുന്നത് നോക്കിയെന്നു. അച്ചാച്ചൻ്റെ പൊന്നല്ലേ, ഒന്നിങ്ങ് വാടാ, ഞാൻ എടുക്കട്ടെ. ഇച്ചുവിൻ്റെ നെഞ്ചിലേക്ക് പറ്റിച്ചേർന്നിരിക്കുന്ന പാറുക്കുട്ടിക്ക് നേരെ ശേഖരൻ കൈകാട്ടി വിളിച്ചു. പരിചയമില്ലാത്ത ആളായതുകൊണ്ട് പാറുട്ടി നോക്കിയിരുന്നതേ ഉള്ളൂ. അച്ചാച്ചൻ എടുക്കാൻ ചെല്ലുമ്പോൾ അവൾ ഇച്ചുവിനെ ചുറ്റിപ്പിടിക്കും, വിതുമ്പി കരയും. ശേഖരൻ ചിരിച്ചുകൊണ്ട് അപ്പുവിന് നേരെ തിരിഞ്ഞു. അവൻ്റെ മടിയിലിരിക്കുന്ന കുൽസുവിന് നേരെ കാട്ടി. ചക്കര വന്നേ, അച്ചാച്ചനൊന്ന് എടുക്കട്ടെ. ചോദിക്കേണ്ട താമസം കുൽസു കയ്യിലേക്ക് ചാഞ്ഞു. ശേഖരൻ ചിരിയോടെ അവളെ കയ്യിലെടുത്തു. അവളുടെ കവിളിൽ ഉമ്മ വെച്ചു. കണ്ടോടി പെണ്ണെ, എൻ്റെ കുട്ടി വന്നത്. കുൽസുവിനെ നെഞ്ചോട് ചേർത്തുകൊണ്ട് അയാൾ പാറുട്ടിയുടെ കവിളിൽ പരിഭവത്തോടെ തട്ടി. പാറുക്കുട്ടി ഇച്ചുവിൻ്റെ നെഞ്ചിലേക്ക് ചുരുങ്ങിയിരുന്നു. നൈഷുവും അച്ചുവും തിണ്ണയിൽ എല്ലാം കണ്ടുകൊണ്ടിരിപ്പാണ്. ബദ്രിയുടെ ബുള്ളത്ത് വരുന്ന ശബ്ദം കേട്ടതും പാറുക്കുട്ടി ഇച്ചുവിൻ്റെ മടിയിൽ നിന്ന് എഴുന്നേറ്റ് നിന്നു. ഹ, അത്ത. കണ്ണ് വിടർത്തി അവൾ ഇച്ചുവിനെ നോക്കി ചിരിച്ചു. മുറ്റത്തേക്ക് ചൂണ്ടി. ആണോടാ, എൻ്റെ പാറുട്ടിയുടെ അച്ചിയാണോ വന്നത്? ഇച്ചു അവളെ ഇറുക്കി പിടിച്ചുകൊണ്ട് ചോദിച്ചു. മുറ്റത്ത് ബുള്ളത്ത് നിർത്തി ബദ്രി ഇറങ്ങി. ഇതെന്താപ്പോ എല്ലാവരും കൂടെ ഉമ്മറത്ത് ഉറക്കൊന്നുമില്ലേ? ബദ്രി ചിരിയോടെ ഉമ്മറത്തേക്ക് കയറി. ബദ്രിയെ കണ്ടതും പാറൂട്ടി അവനടുത്തേക്ക് അടിവെച്ച് കുണുങ്ങി നടന്നു. എപ്പോൾ വേണേലും വീണുപോകും പോലെയാണ് നടത്തം. പെണ്ണിനെ കണ്ടതും ബദ്രി അവളെ വാരിയെടുത്തു. അച്ചയുടെ പാറുക്കുട്ടി ഉറങ്ങിയില്ലേ? ബദ്രി അവളുടെ ഉണ്ടക്കവിളിൽ അമർത്തിമുത്തി. കുഞ്ഞിപ്പാറു അവൻ്റെ തോളിലേക്ക് ചാരി കിടന്നു. ച താഴെ ആരോ വിളിക്കുന്ന കേട്ടു. നോക്കിയപ്പോൾ കുൽസു അവൻ്റെ മുണ്ടിൽ പിടിച്ച് വലിക്കുവാണ്. അയ്യോടാ, എൻ്റെ വാവ ഇവിടെ ഉണ്ടായിരുന്നോ? ബദ്രി ചിരിയോടെ കുനിഞ്ഞ് കുൽസുവിനെ കൂടെ എടുത്തു. അച്ചക്ക് ഒരു ഉമ്മ തന്നെ കുൽസു പെണ്ണെ. ബദ്രി കവിൾ കാട്ടി ചോദിച്ചതും കുൽസു കുഞ്ഞി പല്ലുകൾ കാട്ടി ചിരിച്ചുകൊണ്ട് ബദ്രിയുടെ കവിളിൽ ഉമ്മ വെച്ചു. ഈ നേരം ആവുമ്പോഴേക്കും രണ്ടുറക്കം കഴിയേണ്ട പെണ്ണാണ്. ഇച്ചു കുൽസുവിനെ നോക്കി പറഞ്ഞു. കഴിച്ചു എല്ലാവരും? ബദ്രി ചോദിച്ചു. ഇല്ല, ഞങ്ങൾ കണ്ണേട്ടനെ കാത്തിരിക്കുമായിരുന്നു. ടേബിളിലെല്ലാം റെഡിയാണ്. കണ്ണേട്ടൻ കൂടെ വന്നാൽ കഴിക്കാം, നൈഷു പറഞ്ഞു. ആഹാ, എന്നാൽ ഞാനിപ്പോൾ വരാം. എനിക്ക് നന്നായി വിശക്കുന്നുണ്ട്. ബദ്രി പിള്ളേരെ ഇച്ചുവിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചുകൊണ്ട് റൂമിലേക്ക് നടന്നു. അവന് പിന്നാലെ അച്ചുവും. നിനക്ക് കഴിക്കാമായിരുന്നില്ലേ അച്ചു? ഞാൻ പറഞ്ഞതല്ലേ. റൂമിലെത്തി ഷർട്ടിൻ്റെ ബട്ടൺസ് അഴിച്ചുകൊണ്ട് ബദ്രി ചോദിച്ചു.
അച്ചു അവനെ നോക്കി ചുണ്ടു കൂർപ്പിച്ചു. എന്തേ? അവൻ പുരിക ഉയർത്തി ചോദിച്ചു. അപ്പോൾ എനിക്കാരാ വാരി തരാ? പരിഭവത്തോടെ പെണ്ണ് പറയുന്നത് കേട്ടതും അവൻ അറിയാതെ ചിരിച്ചുപോയി. ഒന്ന് അവളെ ചേർത്ത് പിടിച്ച് കവളിൽ അമർത്തി ചുംബിച്ചുകൊണ്ട് അവൻ വിട്ടുമാറി. ഞാൻ പോയി ഫ്രഷായി വരാം. അവളുടെ കവളിൽ ഒന്ന് തട്ടി അവൻ തോർത്തുകൊണ്ടെടുത്ത് ബാത്റൂമിലേക്ക് കയറി. മോനെ, അച്ഛൻ എങ്ങനെയുണ്ട്? ശേഖരൻ്റെ ചോദ്യം കേട്ട് ബദ്രി ഒന്ന് ചിരിച്ചു. അച്ഛൻ്റെ വായിലേക്ക് ചോറുരുൾ വെച്ച് കൊടുത്തു. കുഴപ്പമൊന്നുമില്ല, റൂമിലേക്ക് മാറ്റിയ ശേഷമാണ് ഞാൻ വന്നത്. അവൻ മറുപടി കൊടുത്തു. ഒരു കാര്യം വിട്ടു, നമ്മുടെ ശങ്കരനും പ്രമോഷൻ കിട്ടി. കഴിക്കുന്നതിനിടെ ഇച്ചു ചിരിയോടെ പറഞ്ഞു. ഞാൻ അറിഞ്ഞു, അവൻ വിളിച്ചിരുന്നു. ഹോസ്പിറ്റലിലായോണ്ട് കൂടുതലൊന്നും ചോദിച്ചറിയാൻ പറ്റിയില്ല. നാളെ ആവട്ടെ. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് എല്ലാവരും ഓരോരുത്തരുടെ മുറിയിലേക്ക് നടന്നു. ബദ്രി പാറൂട്ടിയെ ചേർത്ത് കിടത്തി ഉറക്കുമായിരുന്നു. ഇടക്ക് അവൻ്റെ കണ്ണുകൾ ക്ലോക്കിലേക്ക് നീണ്ടു. നേരം 11:30 കഴിഞ്ഞു. അച്ഛനെ കാണാനില്ല. ടേബിളിൽ കൊണ്ടുവന്ന് വെച്ച വെള്ളവും മരുന്നും അങ്ങനെ ഇരിപ്പുണ്ട്. ഇപ്പോൾ വരാമെന്ന് പറഞ്ഞു പോയ ആളാണ്. അവൾ മോളുടെ അടുത്ത് നിന്ന് മെല്ലെ എണീറ്റു. മരുന്നും വെള്ളവും എടുത്ത് ശബ്ദം ഉണ്ടാക്കാതെ റൂമിൽ നിന്നിറങ്ങി. ശേഖരൻ്റെ റൂമിൽ ചാരിയിട്ട വാതിൽ തുറന്നു നോക്കി. അവിടെ അച്ഛനെയും കെട്ടിപ്പിടിച്ച് നല്ല ഉറക്കാണച്ചു. ബദ്രി കുറച്ചു നേരം അവരെ നോക്കി. പിന്നെ വാതിലിൽ മെല്ലെ കൊട്ടി. ശേഖരൻ മെല്ലെ കണ്ണു തുറന്നു. ബദ്രിയെ കണ്ടതും എഴുന്നേറ്റിരുന്നു. മോനായിരുന്നു. പുള്ളിക്കാരി കഥയൊക്കെ പറഞ്ഞ് ഇവിടെ കിടന്നുറങ്ങി. അയാൾ അച്ചുവിൻ്റെ നെറുകയിൽ തലോടി. സാരയില്ല, എത്ര നാൾ കൂടിയാ അവൾക്ക് അച്ഛൻ്റെ കൂടെ ഇരിക്കാൻ പറ്റുന്നത്? അല്ല, ഇതെന്താ കയ്യിൽ വെള്ളം? അയാൾ സംശയത്തോടെ ചോദിച്ചു. ഇവളുടെ മരുന്നാണ്, കൃത്യമായി കഴിക്കാൻ പറഞ്ഞാൽ അത് പറ്റൂല. ഞാൻ വിളിച്ചിട്ട് ഇത് കൊടുക്കട്ടെ, കിടക്കുന്നതിന് മുന്നേ കഴിക്കാനുള്ളതാണ്. ബദ്രി അതും പറഞ്ഞ് ബെഡിലേക്കിരുന്നു. ഗ്ലാസ് ടേബിളിൽ വെച്ചു. അച്ചു, ഡി എഴുന്നേൽക്ക്. അവൻ അവളെ തട്ടി വിളിച്ചു. അച്ചുട്ടാ, എണീക്ക്, മരുന്ന് കഴിക്കണ്ടേ? ഉറങ്ങട്ടെ കിണ്ണ, തലേണയിൽ മുഖം പൂഴ്ത്തിയവൾ പറഞ്ഞു. അത് കണ്ട് ബദ്രി ശേഖരനെ നോക്കി ചിരിച്ചു. വീണ്ടും അവളെ വിളിച്ചു. പിടിച്ച് എഴുന്നേൽപ്പിച്ചതും അച്ചു ഉറക്കച്ചുവയോടെ അവൻ്റെ തോളിലേക്ക് ചാരിയിരുന്നു. വാ തുറക്ക് പെണ്ണെ, എന്നിട്ടിത് കഴിക്ക്. ബദ്രി അവളുടെ കവിളിൽ തട്ടി. അച്ചു വാ തുറന്നു. അവൻ ചിരിയോടെ മരുന്ന് കൊടുത്തു. വെള്ളം കുടിച്ചതും അവൾ വീണ്ടും ബെഡിലേക്ക് ചാഞ്ഞു. അത് കണ്ടതും അവൻ ബെഡിൽ നിന്ന് എഴുന്നേറ്റു. ശേഖരൻ മറ്റങ്ങോ നോക്കിയിരിക്കുവാണെന്ന് കണ്ടപ്പോൾ അവൻ അവളുടെ നെറ്റിയിൽ ചുണ്ടമർത്തി. ഇനി അച്ഛൻ കിടന്നോ? അവൻ അതും പറഞ്ഞ് വാതിൽ ചാരി പുറത്തേക്കിറങ്ങി. റൂമിൽ ചെന്ന് പാറുട്ടിയെ ചേർത്ത് പിടിച്ച് കണ്ണുകൾ അടച്ചു.